നാരങ്ങാനം വില്ലേജ് ഓഫീസർക്കെതിരെ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ വെളിപ്പെടുത്തൽ. നാരങ്ങാനം വില്ലേജ് ഓഫീസർ വകുപ്പ് തല നടപടി നേരിട്ടയാളാണ്. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അഴിമതിക്കാരനാണോ എന്നറിയാൻ അന്വേഷണം പൂർത്തിയാക്കണം. അങ്ങാടിക്കര വില്ലേജ് ഓഫീസർ ആയിരിക്കാണ് സസ്പെൻഷൻ നേരിട്ടതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അത് അദ്ദേഹത്തിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പബ്ലിക് തന്നെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്ത് പ്രൂഫ് ഒരു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ RDO അന്വേഷിച്ചപ്പോൾ RDOയുടെ അടുത്തും അന്നത്തെ ഉണ്ടായിരുന്ന RDOയുടെ അടുത്തും അദ്ദേഹം മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് RDOയുടെ അന്വേഷണ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. കൈക്കൂലി അത് നമുക്കിപ്പോൾ ഇപ്പോഴും അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തു. പിന്നെ RDOയുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സസ്പെൻഷൻ ഓർഡറിലേക്ക് ആക്കിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഈ നാരങ്ങാനം വില്ലേജ് ഓഫീസർ ചില്ലറക്കാരനല്ലെന്നാണ് ജില്ലാ കളക്ടറുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ പൊതുജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് വൈകിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ RDO നടപടിയെടുത്തിരുന്നു. നേരത്തെ സസ്പെൻഷൻ നേരിട്ടയാളാണ്. ഈ പുതിയ വിവാദം വരുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ആരാണ് ഇത് പർപ്പസ്ഫുള്ളി വളരെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ആ ടെലിഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തത്, എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചത് ആ നാരങ്ങാനം വില്ലേജ് ഓഫീസർ തന്നെയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ കറപ്റ്റഡായ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു പൊതുപ്രവർത്തനം ചോദ്യം ചെയ്തെന്നിരിക്കാം. അങ്ങനെ കറപ്റ്റഡായ ഒരാളാണിപ്പോൾ ഒരു പൊതുപ്രവർത്തകനെതിരെ വലിയ തരത്തിലുള്ള ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുകയാണ് ഇയാൾ കുഴപ്പക്കാരനാണെന്ന്. തീർച്ചയായിട്ടും കളക്ടർ ഇന്നലെ CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുകയാണ്. MV സഞ്ജു തന്നെ ഇത് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ നാരങ്ങാനത്ത് എത്തിയ ശേഷം തന്നെ 2 ആളുകളിൽ നിന്ന് കൈക്കൂലി മേടിച്ചിരുന്നു. മുമ്പ് അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ അഴിമതി കേസിൽ നടപടി നേരിട്ട വ്യക്തിയാണ് ഈ നാരങ്ങാനം വില്ലേജ് ഓഫീസറായിരിക്കുന്ന ജോസഫ് ജോർജ് എന്ന് ഇന്നലെ MV സഞ്ജു പറഞ്ഞിരുന്നു. ഇന്ന് ജില്ലാ കളക്ടർ ഇക്കാര്യം ശരിവെക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാനമായി ജില്ലാ കളക്ടർ പറഞ്ഞ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ഇദ്ദേഹം നടപടി നേരിട്ടിരുന്നു. അതായത് അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം പൂർത്തിയാകാൻ ഇരിക്കുന്നതേ ഉള്ള വസ്തുതയാകുമ്പോൾ പോലും അഴിമതി കേസിൽ അന്വേഷണം നേരിട്ട വ്യക്തി. 2, RDO ഇയാൾ ഈ പറഞ്ഞ വില്ലേജ് ഓഫീസർക്കെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് RDOയുടെ റിപ്പോർട്ടും ഈ ജില്ലാ കളക്ടർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വില്ലേജ് ഓഫീസർക്കെതിരെയാണ്. അതിൽ ഒരു കാര്യം കൂടെ കളക്ടർ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. RDOയോട് തട്ടിക്കേറിയിട്ടുണ്ടെന്നും ഉള്ള ആ ഒരു റിപ്പോർട്ട്. അതായത് ഇദ്ദേഹം CPM ഏരിയ സെക്രട്ടറി MV സഞ്ജുനോട് മാത്രമല്ല RDO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും തട്ടിക്കേറിയിട്ടുണ്ട്. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു ശീലമാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഓഡിയോ സംഭാഷണത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. അതിൽ സേവനം അനുഷ്ഠിച്ച എല്ലാ വില്ലേജ് ഓഫീസുകളിലും കൈക്കൂലി വാങ്ങിയത് സംബന്ധിച്ച നിരവധി പരാതികൾ ഈ ജോസഫ് ജോർജിനെതിരെ ഉണ്ട്. ഒപ്പം തന്നെ വള്ളിക്കോട് PHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്ന സാബു ജോർജിൻ്റെ മരണത്തെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകിയിരുന്നു. സർട്ടിഫിക്കറ്റ് വേഗം ലഭിക്കണമെങ്കിൽ പണം നൽകണമെന്ന് ജോസഫ് കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. ഇതിൻ്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏനാദിമംഗലം വില്ലേജ് ഓഫീസറായിരിക്കെ 2022 വേളാമുരിപ്പ് ഒരു കുന്നു മുഴുവൻ ഇടിച്ച് മണ്ണെടുത്തിരുന്നു. ഇത് ജോസഫിൻ്റെ ഒത്താശയിലായിരുന്നു. നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായ ഇടപെടലുകൾ, അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥരാണ് പൊതുപ്രവർത്തകനെതിരെ വലിയ ഇരവാദം സൃഷ്ടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ കൃത്യമായ ഒരു ജില്ലാ കളക്ടർ വന്ന് മാധ്യമങ്ങളോട് പറയണമെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് കൃത്യമായ പരിശോധന നടത്തേണ്ട അടിസ്ഥാനത്തിലാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യം കൂടി കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും സിജു, ഇവിടെയാണ് ഈ ഇന്നലെ CPM ഏരിയ സെക്രട്ടറി MV സഞ്ജു പറഞ്ഞ ഗൂഢാലോചന നമ്മൾ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ ബോധപൂർവമായ ശ്രമം നടത്തിയോ എന്ന് പരിശോധിക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്നു, ആരോപണ വിധേയനായി നിൽക്കുന്ന ആൾ, നടപടി നേരിട്ട വ്യക്തി ഒരുപക്ഷെ CPM ഏരിയ സെക്രട്ടറിയെ വിളിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയും അത്തരത്തിൽ ഏതെങ്കിലും ഭാവം പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊരു രക്തസാക്ഷി പരിവേഷം അണിയാൻ ഇദ്ദേഹം ബോധപൂർവ്വം നടത്തിയ ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. സാധാരണ ഒരു ബ്ലേഡ് പരിശോധനക്കാരോ അല്ലെങ്കിൽ ഫിനാൻസിലെ സ്റ്റാഫുകൾ വിളിക്കുമ്പോൾ പോലും അവർ ആദ്യം ചോദിക്കും ഈ പണം അടയ്ക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന്. ഇനി അല്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് തട്ടിക്കയറാനായിട്ടൊരു ആവശ്യമുണ്ടാകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഏരിയ സെക്രട്ടറി ഫോൺ വിളിക്കുക ഉടൻ തന്നെ പറയുകയാണ്, നിങ്ങളൊന്നും കൂടുതൽ പറയണ്ട, നിങ്ങൾ പണം അടയ്ക്കാത്ത ആളാണ്, അടച്ചില്ലെങ്കിൽ നടപടി സ്വീകരിക്കും, നിങ്ങൾ വലിയ രാഷ്ട്രീയ നേതാവാണല്ലോ എന്നോ. അതായത് ഞാൻ ഏരിയ സെക്രട്ടറി ആണെന്നോ അല്ലെങ്കിൽ CPMന്റെ പ്രതിനിധിയാണോ ഒന്നും പറയുന്നില്ല. അതിനു മുമ്പ് തന്നെ പറയാൻ പോലും അവസരം കൊടുക്കാതെ നിങ്ങൾ അടയ്ക്കാത്ത ആളാണ്, നിങ്ങൾ വലിയ രാഷ്ട്രീയ നേതാവാണെന്ന് പറയുന്ന ഒരു സാഹചര്യം. അതുതന്നെയാണ് സംശയത്തെ നേരിലാക്കുന്ന ഈ വില്ലേജ് ഓഫീസറെ. സാധാരണ
സാധാരണഗതിയിൽ അങ്ങനെ ഒരു വില്ലേജ് ഓഫീസർ വിളിച്ച് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഇനി അതല്ല, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വ ബോധത്തിന്റെ ഭാഗമായി ഒരു ഏരിയ ആരെയും ആയിക്കോട്ടെ ഒരു പൗരനെ വിളിച്ച് അന്വേഷിക്കുന്നു. പക്ഷേ അന്വേഷിക്കുമ്പോൾ അതിന് സംസാരിക്കുന്ന ഒരു മാന്യതയുണ്ട്, കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറുഭാഗം കേൾക്കാൻ തയ്യാറാണ്. ഇതൊന്നുമില്ലാതെ തന്നെ ഏരിയ സെക്രട്ടറിക്ക് നേരെ നിങ്ങൾ വലിയ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കയറുന്നത്, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇന്നലെ CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു പറഞ്ഞത് ആർക്കെങ്കിലും ശരിയെന്ന് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയ. നാരങ്ങാനം വില്ലേജ് ഓഫീസർക്കെതിരെ നേരത്തെയും പരാതികളുണ്ടായിരുന്നു. ജനങ്ങൾ നൽകിയ പല സർട്ടിഫിക്കറ്റ് അപേക്ഷകളും വൈകിപ്പിക്കുക, അതിൻ്റെ പേരിൽ കൈക്കൂലി വാങ്ങുക, അതിൻ്റെ പേരിൽ നടപടി നേരിട്ടയാളാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് എന്നുള്ള വിവരമാണ് നേരത്തെ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.